ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ അറിയോ? വലിയൊരു എലിനെ കാണണ്ടേ? നമ്മൾ ആൽബിനോ കൊയ്പ്പൂവിനെ കാണിക്കാനാണ് പോകുന്നത്. നമ്മൾ കൊണ്ടുവന്നിട്ട് കുറച്ച് നാളായി, പക്ഷെ നമ്മൾ വീഡിയോയിലൊന്നും ഇതുവരെ കാണിച്ചില്ല. അപ്പോൾ നമുക്ക് ആൽബിനോ കൊയ്പ്പൂവിനെ ഒന്ന് ജസ്റ്റ് കാണാം. അതേപോലെ നമ്മുടെ കുതിരയിൽ എവിടെ പോയി? കുതിരയിൽ മാറ്റിയിട്ടില്ല. നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കംപ്ലീറ്റ് മണ്ണങ്ങ് ചേഞ്ച് ചെയ്യട്ടെ. ഇത്രയും ആഴത്തിലാണ് മണ്ണിടുക. എന്താ ഇത്രയും ആഴത്തിലാണ് മണ്ണുണ്ടാവുക. അത് കംപ്ലീറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യും. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ മൂത്രത്തിൻ്റെ മണം ചെറുതായിട്ടുണ്ടാവും. അപ്പോൾ അത് ഏകദേശം ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരും കേട്ടോ. ചെറിയൊരു മണം വരുമ്പോൾ തന്നെ മാറ്റി പുതിയത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങൾ കുറേ ചെയ്യേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും നല്ല നീറ്റായിട്ട് കാണുന്നുണ്ടെന്ന് പറയില്ല. അപ്പോൾ ഈ നീറ്റായിട്ട് കാണുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത്രയും നല്ല രീതിയിലാണ് നമ്മളത് റീപ്ലേസ് ചെയ്ത് കൊണ്ട് നടക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ രണ്ട് സ്റ്റേബിളിൽ മണൽ മാറ്റി. അതുപോലെ നമ്മൾ ഈ ഡിസൈനൊക്കെ ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് റോക്കി തന്നെ ചെയ്തിട്ടാണ് കംപ്ലീറ്റ്. ഇനിയിപ്പോൾ ഏകദേശം നമ്മൾ ഫുള്ള് പെറ്റ് സ്റ്റേഷൻ മൊത്തം റോക്കായി എന്ന് തന്നെ പറയാം. ഓക്കെ, നമ്മളിതാ മതിലും കാര്യങ്ങളൊക്കെ ആദ്യം അഴിയലുണ്ടായി, അതെല്ലാം മാറ്റി ഫുള്ളായിട്ട് റോക്കി തന്നെ ചെയ്തിട്ടാണ്. വാ, ഒരു മെല്ലെ അകത്തോട്ട് കയറാം. ഇതാരാന്നറിയില്ലേ? നമ്മുടെ ഗെക്കോനിപ്പോൾ മെയിലിന് ഫീമെയിലിന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ്. മെയിലിന് ഫീമെയിലിന് സെപ്പറേറ്റ് ചെയ്യുന്ന കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മെയിലിനും ഫീമെയിലിനും ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും തോന്നുന്നു. ആ സ്ട്രെസ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവരെ മെയിലിന് വേറെ ഫീമെയിലിന് വേറെ ഇട്ടുക. മെയിൽ വേറെ ഇതാ, ഫീമെയിൽ വേറെ ഇതാ. അതിന് ശേഷം നോക്കുമ്പോഴേക്കും നല്ല സൈസൊക്കെ വന്നിട്ടാണ് ഇവർ നല്ല എന്താ പറയുക സൈസ്. പിന്നെ അതുപോലെ കളറിലെല്ലാം നല്ല മാറ്റം വന്നു. നോർമലി ചില ജീവികൾക്കെല്ലാം ഇപ്പോൾ മനുഷ്യന്മാരെ പോലെ തന്നെ വൈഫ് ഇപ്പോൾ കൂടെ ഉണ്ടാകുന്ന ഭയങ്കര സ്ട്രെസ്സാണ് തോന്നുന്നു. അപ്പോൾ അതിൽ പെട്ടതാണ് ഇത്. ഈ എല്ലാ ജീവികളും മനുഷ്യന്മാരായിട്ട് ഭയങ്കര ഉദാഹരണം പല ജീവികളെയും കാണിക്കുന്നതിൻ്റെ റീസൺ എനിക്ക് ഇതൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചില ജീവികൾക്ക് ഇതാ വൈഫിൻ്റെ കൂടെ തീരെ നിൽക്കാൻ ഇഷ്ടപ്പെടാതെ, എന്നാൽ ആ മീറ്റിങ്ങിൻ്റെ സമയത്ത് മാത്രം വൈഫ് മറ്റേ ഫീമെയിൽ ഒരുമിച്ചുണ്ടായാൽ മതി, അല്ലെങ്കിൽ ഇവർക്ക് സ്ട്രെസ്സാണ്. അതേപോലെ തന്നെ ഫുൾ ടൈം ഫീമെയിലൊക്കെ തന്നെ നടക്കുന്ന കുറേ ജീവികൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ പല ജീവികളും പല ഇതാണ്. അപ്പോൾ നമ്മൾ മനുഷ്യന്മാരായിട്ട് ഓരോ ജീവികളും നമുക്ക് പല ആളായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഉണ്ടാക്കല്ലേ. എനിക്ക് യുവിയും ഹീറ്റ് പാഡും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ല, ഇവർക്ക് ചൂടിന് ചൂട്, പിന്നെ തണുപ്പിന് തണുപ്പ്, പിന്നെ അതുപോലെ ഹ്യൂമിഡായിട്ട് നിൽക്കാനുള്ള ഏരിയ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. അതേപോലെ നമ്മുടെ പിന്നെ ടെഗുവിൻ്റെ കേജ് ഏകദേശം പണി നിർത്തുന്നുണ്ട്. അതിന് മുമ്പേ നമ്മൾ ടെഗുവിനെ കൊണ്ടുവന്ന് ഇട്ടു. ഈ പെയിൻറ്റിങ്ങിൻ്റെ വർക്കേ ബാക്കിയുള്ളത്. നല്ല ഹാപ്പിയാണ് കേട്ടോ. മുപ്പരി നീലേ കണ്ടോ. ഇതെന്താണെന്നറിയോ? പ്രാവിൻ്റെ മുട്ട ടെഗുവിന് ഫുഡ് കൊടുത്തത് കേട്ടോ. അങ്ങനെയുണ്ട്, സൈസായില്ലേ? ഇതിൻ്റെ തന്നെ ഇത് വെള്ളമാണ് ഈ കാണുന്നത്. വെള്ളം അതിന് വേണ്ടി കുളിക്കാനും അതേപോലെ അത് പ്രൂഫ് ചെയ്യുന്നത് വെള്ളത്തിലാണ്. അതുപോലെ അവർക്കും ഹീറ്റ് പാഡും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കൊയ്പ്പിനെ കാണാം. കൊയ്പ്പിന് ഫുഡ് കൊടുക്കുന്നതിനടുത്ത് ഞാൻ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, കൊടുക്കല്ല എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. സഫാന നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ മുന്നേ? സഫാന നമ്മളെ ഫിഷ് പോണ്ടിലുള്ള പിന്നെ എല്ലാവർക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ആളല്ലേ? എല്ലാം വൃത്തിയിൽ പറഞ്ഞു കൊടുക്കല്ലേ? അടിപൊളിയല്ലേ? നല്ല പിന്നെ സഫാന നമ്മുടെ സ്വന്തം ആളാണ്. ഫിഷിനെ ഫീഡ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യേണ്ടത്, പിന്നെ എന്താ പറയാ, പിടിക്കല്ല എന്നെല്ലാം പറയാനാണ് നമ്മളെ സഫാന്റെ ഡ്യൂട്ടിൻ്റെ അകത്ത് തന്നെ. സഫാന ഫീഡ് ചെയ്യാൻ കാണിച്ചേ. ഓക്കെ, അടിപൊളിയല്ലേ? സഫാനി മറ്റേ കാർഡ് മറ്റേ ഇതെല്ലാം ഉണ്ട്. എല്ലാം കിട്ടിയല്ലേ? സൂപ്പറല്ലേ? ടീഷർട്ടെല്ലാം ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളി. അപ്പൊ നമുക്ക്
വൈപ്പൂക്കുള്ള ഫുഡാണ് കേട്ടോ. വൈപ്പൂക്ക് കൊടുക്കാം. വാ വൈപ്പിന് കാണണ്ടേ? വൈപ്പിന് നമ്മളെ വരവും കാത്തിട്ട് നിൽക്കുന്നുണ്ട്. പൊന്നോ എടുത്തിട്ട് പോയി. ഇവന് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. പല്ലുണ്ടോ ഫ്രണ്ടിൽ പല്ല് നോക്കി അതോടെ ഇങ്ങനെ കടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കുക ചെയ്യാം. നോക്കി ഇതിന് ഹൈറ്റ് ഉണ്ടോ? ഇവൻ അത്യാവശ്യം നല്ല എന്താ പറയുക സൈസുള്ള കൊയ്പ്പുകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഇവർ പിന്നെ സെമി അക്വാട്ടിക്കാണ്. എന്നാൽ പകുതി സമയം വെള്ളത്തിൽ തന്നെ ഉണ്ടാവാം. ഇതിന് ശരിക്കും പറയുന്നത് റിവർ റാറ്റ് എന്നൊക്കെ പറയും കേട്ടോ. റിവർ റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ താമസ സ്ഥലവും അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളാണ്. ചതുപ്പ് നെല്ലും വെള്ളം മുന്നിൽ തന്നെ ഉള്ള സ്ഥലത്താണ് ഇവർ താമസിക്കുക. അധികം തടാകത്തിൻ്റെ സൈഡിലും അങ്ങനെയെല്ലാം ഇവർ താമസിക്കാം. അതേപോലെ ഇവർ ഫുഡ് എന്താ കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഈ പിന്നെ റിവറിൻ്റെ താഴത്തുള്ള പിന്നെ ഇലകളുടെ എന്താ പറയുക തണ്ടും കാര്യങ്ങളെല്ലാം ഇവർ മെയിനായിട്ട് ഫുഡായിട്ട് കഴിക്കാം. അതുപോലെ എല്ലാ വെജിറ്റബിൾസും കഴിക്കുക. ഇവർ പ്യൂർ വെജിറ്റേറിയൻ ആണ്. ഫുഡ് കഴിക്കുന്നതാണ് നമ്മളെ. ഇവരെ കാണുമ്പോൾ ശരിക്കും പിന്നെ പല ജീവിയായിട്ട് നല്ല സാമ്യം തോന്നില്ലേ? ശരിക്കും ഇങ്ങനെ ഇരിക്കുമ്പോൾ കങ്കാരുമായിട്ട് തോന്നുന്നുണ്ട്. അതേപോലെ ഇവരുടെ കാല് കാണുമ്പോൾ താറാവായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? വെച്ചോ ബാ ബാ കയറി 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 ഡാ കയറി ബാ ബാ ബാ. അയ്യോ ഇറങ്ങി പോയി. നല്ല സോഫ്റ്റാണ്. സ്കിന്നെല്ലാം ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. നല്ല എന്താ പറയുക നമ്മളെ മുയലിനെല്ലാം തൊടുന്ന പോലത്തെ ഫീലാണ്. ആ ഫ്രണ്ടിലെ പല്ല് ശ്രദ്ധിച്ചാ ഭയങ്കര പവർഫുള്ളാണ് കേട്ടോ. പവർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈ ഇങ്ങോട്ടേക്ക് കയറിയിട്ട് മാറ്റി കടിക്കാനാ പോകുന്നു. കയ്യാവത് കടിച്ചിന് കൈ പൊട്ടിപ്പോ അത്ര പവറുണ്ടാവും. ഭയങ്കര രസമല്ലേ? എന്തായാലും വാങ്ങിയിട്ട് പിന്നെ എന്താ പറയുക നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇവരെ വേണോ അവർ കാണുമ്പോൾ നിൽക്കുന്നില്ലല്ലോ എന്നെപ്പോലെ ഉണ്ടല്ലോ. പക്ഷെ വാങ്ങിച്ചിട്ട് ഇത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സാധനത്തിന് അടുത്ത കാലത്ത് ഉണ്ടായില്ല കേട്ടോ. അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. എല്ലാവരും നോക്കും വന്നു കഴിഞ്ഞാൽ. അത്രയും എന്താ പറയുക ഫുൾ ടൈം വെള്ളത്തിൽ ഇങ്ങനെ നീന്തി കളിക്കും. അതുപോലെ നല്ല രീതിയിൽ ഇങ്ങനെ എണീറ്റ് നിന്ന് നോക്കും. അതേപോലെ ഫുൾ ടൈം ഉറക്കമൊന്നുമല്ല കേട്ടോ. നല്ല ആക്റ്റീവ് വന്നാൾ. പിന്നെ മെയിൻ പരിപാടി തന്നെ തീറ്റയോ തീറ്റ എന്ന് പറഞ്ഞാൽ താറാവിൻ്റെ ഒരുമിച്ചുള്ളത്. നമ്മൾ കഴുകടക്ക് ഒരുമിച്ച് ഇട്ടിട്ടുണ്ടായിനെ. ഇപ്പോൾ കഴുക നമ്മൾ മാറ്റി. എന്താ പറയാന്ന് പറഞ്ഞാൽ ഫുൾ ടൈം രണ്ടാൾ ഫുഡിൻ്റെ ആൾക്കാർ. ഇനി ഇത് വെള്ളത്തിലേക്കെല്ലാം ഇറങ്ങുന്നത് കാണാം. ഭയങ്കര അടിപൊളി കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിനെ പിന്നെ വലുപ്പം മനസ്സിലാകുന്നില്ല. ഏകദേശം എൻ്റെ കൈ തൊടുമ്പോൾ മനസ്സിലാകുന്നില്ല. അത്രയും വലുപ്പമുണ്ട്. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 8 കിലോ 9 കിലോ ഉണ്ട്. മാക്സിമം വെയിറ്റ് വരുന്ന 9 കിലോ ആണ്. എനിക്ക് തോന്നുന്നു ഇത് 9 കിലോന് പ്ലസ് ഉണ്ടോ. അത് ഏകദേശം ഫുൾ വെയിറ്റ് ഉണ്ട് ഇതിൻ്റെ. കൊയ്പ്പ് വരുന്ന ഫുൾ വെയിറ്റ് നമ്മുടെ ഈ ആൽബിനോ കൊയ്പ്പും ഉണ്ട് കേട്ടോ. കൊയ്പ്പുക്ക് ന്യൂട്രിയാന്നും കൂടി പേര് പറയുവേ. ന്യൂട്രിയ കൊയ്പ്പ് അങ്ങനെ 2 പേരായിട്ട് പറയും കേട്ടോ. നമ്മൾ നെറ്റുകളിൽ സെർച്ച് ചെയ്താൽ മെയിൻ ന്യൂട്രിയ എന്നാ കാണാം. ഇത് ആൽബിനോ ആണേ. അതുപോലെ ഇവരുടെ കാല് കാണിച്ചോട്ടെ. കാല് ശരിക്കും താറാവിൻ്റെ കാലാണ് കേട്ടോ. വെള്ളത്തിൽ ശരിക്കും നീന്താൻ വേണ്ടിയിട്ടുള്ള താറാവിനെ പോലത്തെ സ്കിന്നി ആയിട്ടുള്ള കാലുകളാണ് ഇവർക്കുള്ളത് കേട്ടോ. അതിൽ തന്നെ മനസ്സിലായില്ലേ ഇവരും വെള്ളമായിട്ടുള്ള ബന്ധം. തീറ്റ മെയിൻ തീറ്റ നമുക്കുള്ള അത് വെച്ചോളാം. ഈ വെള്ളത്തിൽ പോയിട്ട് കഴിക്കുന്നതിന് കാണാം. കഴിച്ചോ അത് വെച്ചിട്ടാ ഇതാ നിൽക്കുന്നത് നോക്കിയാൽ ഹൈറ്റ് ഉണ്ടോ ഏകദേശം? മതി. ആ പോളി. ഇനി കൊയ്പ്പിനെ കണ്ടില്ലേ? അപ്പോൾ നമ്മൾ മുന്നേത്തെ വീഡിയോയിൽ നമ്മൾ സ്വാനെ കാണിച്ചിട്ടില്ലേ? വൈറ്റ് സ്വാൻ്റെ കളർ കുറേ മാറി കേട്ടോ. നല്ല വൈറ്റായി ഇപ്പം ബ്ലാക്ക് സ്വാൻ ഇവരെ അടുപ്പിച്ച് തുടങ്ങിയിട്ടില്ലേ. പക്ഷെ എന്നാലും ഇവൻ അടുത്തെല്ലാം പോകാൻ നോക്കും. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അടുത്തേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ ബ്ലാക്ക് അടിച്ച് ഓടിക്കുന്നതാണ്. അവർ പേറായിട്ട് ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ പുതിയൊരാൾ വന്നത് തീരെ പറ്റിയില്ല. അതാ സംഭവം. അതാ വരുന്ന ഇതന്നെ പരിപാടി. സ്ഥിരമായിട്ട് അടിച്ച് ഓടിക്കുക. പക്ഷെ എന്നാലും കുറച്ച് നാളും കൂടി കഴിഞ്ഞാൽ സെറ്റാവുമെന്ന് വിചാരിക്കുന്നു. ആ കാലിൻ്റെ പ്രശ്നം ചെറുതായിട്ട് ശരിയാവുന്നുണ്ട്. ആദ്യം കൊണ്ടുവന്നേരം കുറച്ച് ചിലപ്പോൾ അത് സർജറി ചെയ്യേണ്ടി വരും. കാലിനൊരു മുഴ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയി തോന്നുന്നു. നമ്മുടെ ടൈസണിടെ നമ്മളെ പഴത്തിൽ കാത്തിട്ടുണ്ട്. പഴം നല്ല അടിയാണ്. വേണ്ടേ അങ്ങനെ വരാൻ വൈകില്ലല്ലോ. വൈക്കടാ
ഇത് 2 ദിവസമായിട്ട് നല്ല മഴയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു മഴയാകുമ്പോൾ ഒരു ഫുഡ് കഴിക്കൽ കുറയും കേട്ടോ. ശരിക്കും നല്ല വെയിലുണ്ടാകുമ്പോൾ ഒരു നന്നായിട്ട് കഴിക്കാം. കഴിക്കടാ, നിർബന്ധിച്ചു കൊടുത്ത് അയ്യവാ. കഴിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ ആക്കി കൊടുക്കട്ടാ. ആൻറ്റിയുടെ ഇത് പഠിപ്പിച്ചോണ്ടാവും. നല്ല ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇഗ്വാന, ഇത്രയും വലിയ സൈസും ഇതാണ്. അത്യാവശ്യം സ്കെയിലെല്ലാം പൊഴിഞ്ഞ് വരുന്നുണ്ട്. അല്ല സ്കെയിൽസെല്ലാം പൊഴിഞ്ഞ് വരുന്നുണ്ട്, അത് ഓട്ടോമാറ്റിക്കലി പൊഴിഞ്ഞോളൂ. ബാക്കി ഈ പീസ് നമ്മുടെ കൊയ്പ്പൂന് തന്നെ കൊടുക്കാമല്ലോ, ഭയങ്കര ഇഷ്ടം. കാണുമ്പോൾ തന്നെ വരും. എല്ലാടെ വിട്ട് എന്താ. ഓക്കെ, പഴത്തൊലിയും കഴിക്കുക. തൊലി നമുക്ക് ഫീമെയിലിന് കൊടുക്കാം. ഫീമെയിൽ നല്ലോണം ചെറുതായി പോയി അല്ലേ മെയിലിനെ നോക്കുമ്പോൾ. ശരിക്കും നമ്മൾ ആടിനെല്ലാം പോലെ കേട്ടാ, എല്ലാ സാധനവും കഴിക്കും, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടാ. പക്ഷെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ആള്. പൈസ എത്രയാണെന്ന് ഇപ്പം എല്ലാവരും ചോദിക്കും. എല്ലാവരും ഊഹിച്ച് പറഞ്ഞു പൈസ എത്രയെന്നുള്ളത്. അതാ മറ്റേത് കയ്യിൽ പിടിച്ച് കഴിക്കുന്നേക്ക്. ഉള്ളില്ലേ? അപ്പോൾ നമ്മൾ കൊയ്പ്പൂവിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കുറച്ച് മലപ്പുറത്തുള്ള ടീംസ് വന്നിട്ടുണ്ടേ. അവർക്ക് നമ്മുടെ ഫിഷ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫിഷിനെ ഫീഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട്. എല്ലാം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കിട്ടാം. മലപ്പുറം കടലുണ്ടി, അത് കോഴിക്കോടാ. കണ്ടിട്ടുണ്ടാ? ആരാ കാണാത്താണത്? മറുപടി കാണാത്ത ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. നല്ല അതിനൊരു ഫീൽ കിട്ടും. കൈയിടല്ല, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മീനെടുത്തോ, വാരി പിടിച്ചിട്ടെടുത്തോ, കുഴപ്പമില്ല. പോലെ ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ഈ പൊസിഷനിൽ വെക്കാം. ഓക്കെ, ഇതിങ്ങനെ മുട്ടിന്റെ കണ്ണ് വരെയുള്ള ഭാഗം വെള്ളത്തിൽ മുട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ മീൻ വന്നിട്ട് എടുത്തോളൂ. ഓക്കെ, മെല്ലനെ സ്ലോലി ചെയ്യണേ. അപ്പൊ ഓക്കെ ചെയ്തോ. ഇത് നെട്ടിട്ടല്ലേ അപ്പൊ ഈ കണ്ട വീഡിയോ പേരെന്താ? ജസീം, മുഹമ്മദ് ജസീം. ഓക്കെ, എല്ലാരും അടുത്തല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ഇവിടെ പിടിക്കാൻ എന്റെ മെല്ലെ തല മാത്രം മുട്ടിച്ചോട്ടാ. കൊടുത്തിട്ടേ അവിടെ അറ്റത്ത് പിടിക്കാത്ത വീണ്ടും നമ്മൾ കൊയ്പ്പൂൻ്റെ അടുത്തെത്തിയേ. ഇതെന്താ ചെയ്യുന്നറിയോ? വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. ഇറങ്ങുന്നില്ലേ നമുക്കിപ്പോൾ നോക്കാം. നമ്മുടെ കോഴിപ്പോണ്ടിലേക്ക്, ഫ്രണ്ടിലെ കോഴിപ്പോണ്ടിലേക്ക് ചാടി അങ്ങനെയുണ്ട്. ഇവർ പിന്നെ മീനൊന്നും ഉപദ്രവിക്കില്ല കേട്ടോ, ഒരു പ്രശ്നവുമില്ല. ഇവരുടെ കൂട്ടത്തിൽ തന്നെ നല്ല രീതിയിൽ നീന്തി. ഇതിൻ്റെ സൈഡിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. സൈഡിൽ നിന്നുള്ള നീന്തുന്നില്ല വ്യൂ നമുക്കൊന്ന് കാണാൻ വേണ്ടി പറ്റും. ഈ പോണ്ടിലായതുകൊണ്ട് സൈഡിൽ ഗ്ലാസ് അല്ലേ. പിന്നെ ഈ ഫീമെയിൽ മെയിലിനെ തീരെ അടുപ്പിക്കുന്നുമില്ല കേട്ടോ. അതുപോലെ പിന്നെ നീന്തുമ്പിൻ്റെ ആക്ഷൻ കണ്ടില്ല, ഒരു ആക്ഷനും ഇല്ല. മേൽഭാഗത്ത് നോക്കുമ്പോൾ നല്ല ബോട്ടിൽ പോകുന്ന പോലെ ഇല്ലേ. ഓക്കെ, ഇതാ സൈഡിൽ നിന്നുള്ള വ്യൂ നല്ല രസമില്ലേ. ഫീമെയിലും വരും ബാക്കിൽ തന്നെ. ശരിക്കും പിന്നെ എന്താ പറയുക, വലിയൊരു പെരിച്ചാഴിൻ്റെ ഒരു മറ്റൊരു രൂപം.
പന്ത്രമ്പല്ലൻ അങ്ങനെ പറയാം. ഫീമെയിൽ മുങ്ങിയിട്ട് പോകുന്നുണ്ടാ. അതുപോലെ ഇവർ ഈ മേലെ ഏത് പ്രതലത്തിലും ഇവർക്ക് പിടിച്ച് കയറാൻ വേണ്ടിയിട്ടുള്ള നഖവും അത്രയും പവർഫുള്ളായിട്ട് കൈകൾ വന്നിട്ടാ. അല്ല ഏത് സ്ഥലത്തും കയറും. അതേപോലെ ഇവർ വെള്ളത്തിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇവർ കുടഞ്ഞ ഒരു മൊത്തത്തിൽ വൃത്തിയാക്കുന്ന ഇത് കാണാൻ വേണ്ടി ഭയങ്കര രസമാണ്. ചിലപ്പോൾ ഇപ്പോൾ ഇത് ചെയ്യണം. ഇതാ ചെയ്യാൻ തുടങ്ങിയല്ല. നല്ല തലയിലും തോർത്തി അതുപോലെ കൈക്കല്ലിൽ ഇതുപോലെ സോപ്പെല്ലാം പോലെ ചെയ്യട്ടോ. ഒരു സോപ്പിൻ്റെ കഷ്ണത്തിൻ്റെ കുറവ് കൂടി ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല തലയിലും തുടച്ച് വൃത്തിയാക്കി ഒരു ടവലും കൂടി കൊടുത്തെങ്കിൽ സെറ്റായി. അതാ ശരിക്കും മനുഷ്യർ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്നില്ലേ? ഇങ്ങനെല്ലാം തുടച്ച് മൊത്തത്തിൽ ഭയങ്കര രസമാണ് ഇത് കാണാൻ. ഡയറക്റ്റ് ചില ആൾക്കാർക്ക് ഇവിടെ വന്നാൽ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. അതാ മൊത്തം തൂവലൊക്കെ ശരിക്കും ഫെദേഴ്സ് എല്ലാം കംപ്ലീറ്റ് റെഡിയാക്കും. ഇതാ രണ്ടാമത് കയറി വന്ന് ഇതാ നല്ലൊരു പിന്നെ വാട്ടർ മെലോണെല്ലാം അടിച്ച് ഫുഡ് പിന്നെ എപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ആൾ റെഡിയാണ്. നല്ല ഇഷ്ടത്തോടെ കഴിക്കും. ഇതെല്ലാം എവിടെ പോകുന്നതെന്ന് അറിയില്ല, അത്രയും തിന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കൊയ്പ്പു. കൊയ്പ്പുവിന് എല്ലാവർക്കും ഇഷ്ടമായാ? സംഭവം എങ്ങനെയുണ്ട്? പൊളി ജീവിയല്ലേ? ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടോ? എങ്ങനെയുണ്ട് നമ്മുടെ കൊയ്പ്പു? ഇഷ്ടമാണ് എല്ലാവർക്കും? സംഭവമല്ലേ? അടിപൊളിയല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.